വേദിയിലിരിക്കുന്ന ആദരണീയരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, അച്ഛനമ്മമാരെ, വെற்றிவேல் മുരുകനക്ക് ഹരോഹര. ദൈവവിശ്വാസവും രാജസയും രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നൊരു പ്രക്രിയയാണ്. കാരണം ഞങ്ങൾ പട്ടാളക്കാർക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു അമ്പലം ഉണ്ടാവും. ആ അമ്പലം എന്ന് പറയുന്നതിനകത്ത് അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖുണ്ട്, ആര് വേണമെങ്കിലും എല്ലാവരും ഉണ്ട്. അവിടെ ഒരു വിധത്തിലുള്ള വഴക്കം നടക്കുന്നില്ല, ഒരു വിധത്തിലുള്ള ജാതി പ്രശ്നമില്ല, ദൈവങ്ങൾ തമ്മിൽ അടിക്കുന്നില്ല. എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റ വിളി, ഭാരത് മാതാ കി ജയ്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതാണ് ആ വിളി എന്ന് പറയുന്നത്. ആ വിളി കേൾക്കുമ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ ചോദിക്കും, ഈ ഭാരത് മാതാ കോന്? അരെ, നിന്നെപ്പോലുള്ളവനെ നിന്റെ സ്വന്തം അമ്മ ആരാണെന്നുള്ള അറിയില്ലെങ്കിൽ നിനക്ക് എങ്ങനെയാ ഭാരതമാരെ ആരാണെന്നുള്ളത് അറിയുന്നത്? ഇതിനാണ് ഞാൻ പറയുന്നത് വിശ്വാസം എന്നുള്ളത്. അമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു സംഭവ വികാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ കഞ്ചാവെന്നും MDMA നിന്നും പുറത്തു വരണം. എങ്കിൽ സ്വന്തം അമ്മയെ തിരിച്ചറിയും. അപ്പറിയും ആ അമ്മ ഏത് മണ്ണിൽ നിന്നുകൊണ്ട് നിന്നെ പ്രസവിച്ചോ ആ മണ്ണ് ആ അമ്മയുടെ പോലും അമ്മയാണ്. ആ ഭാരതമാതാവിനെ ഭാരതമാതാവെന്ന് വിളിക്കാൻ പോലും നാണിക്കുന്ന ചില വർഗങ്ങളുള്ള സ്ഥലത്താണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഓപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഇതുവരെ എവിടെയും അനൗൺസ് ചെയ്യാത്തതും എല്ലാം ഇപ്പോഴും നമ്മളൊരു സിനിമ വരുന്ന സമയത്ത് പലപ്പോഴും പലർക്കൊക്കെ കേൾക്കാം, ഇന്നത് ചെയ്യാൻ പോകുന്നു, ഇന്നത് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇതൊരു 10 ദിവസം മുന്നേ, ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ നടന്ന ഒരു സംഭവം ആയതുകൊണ്ടും ഒരാഴ്ച കൊണ്ട് അതിൻ്റെ കഥ എഴുതി തീർക്കലും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ ഏകദേശം 6 മാസമായിട്ട് ഞാനും ഗുരുവായൂരപ്പനുമായിട്ട് ചെറിയൊരു ഉടക്കിലായിരുന്നു. ഇന്ന് കയറി ചെന്നപ്പോൾ തന്നെ വളരെ ബ്രൈറ്റായിട്ട് മൂപ്പര് നിൽക്കുന്നുണ്ട്. കണ്ണീരോടുകൂടി നോക്കുമ്പോഴും ക്ലിയറായിട്ട് എനിക്ക് കാണാനുണ്ട്. എൻ്റെ ആ സ്ക്രിപ്റ്റ് ഞാൻ നടക്കിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, 6-7 വർഷത്തിന് ശേഷം പിന്നൊരു സിനിമ ചെയ്യാൻ പോവുകയാണ്. അത് ഇതാണ്. അതിൻ്റെ പേര് പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഇത് പറയുന്ന സമയത്ത് അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ണീരോട് കൂടിയിട്ട് കൃഷ്ണനെ നോക്കുമ്പോൾ ആ കണ്ണീരിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് തെളിഞ്ഞു നിന്ന് കുറേ കാലത്തിന് ശേഷം, കാരണം 6 മാസമായിട്ട് ഞങ്ങൾ ഉടക്കാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. അതിന്നത് വരുത്തിച്ചു. ആ വരുത്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, നമ്മൾ എത്ര ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും മൂപ്പര് മാപ്പ് എന്നുള്ളതൊന്നുമില്ല. ഞാൻ ഈ ഗുരുവായൂരിൽ വെച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസം എന്നുള്ളത് തുടങ്ങിയിരിക്കുന്നത്. ആ വിശ്വാസം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ്. ദൈവത്തിന് എപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും അത് കൃഷ്ണനോടങ്ങ് പറഞ്ഞേക്ക്. നമ്മളിവിടെ വരും, കുട്ടിക്കാലത്ത് അമ്മ നിന്ന് കരയും പലപ്പോഴും. അമ്മയ്ക്ക് അന്ന് ഇവിടെ ഞങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്ത് പട്ടാമ്പിയിലായിരുന്നു, ഞാങ്ങാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്. ആ 30 കിലോമീറ്റർ വരണമെങ്കിൽ ബസ് കൂലിക്ക് അന്ന് 20 പൈസ കൊടുക്കണം. അതുപോലും അമ്മയുടെ കയ്യിലില്ലായിരുന്നു. ഇതെങ്ങനെയെങ്കിലൊക്കെ അമ്മ സംഘടിപ്പിച്ച് നായർ തറവാട്ടിൽ അമ്മായിമ്മപ്പൂര് നല്ല പോലുള്ള ഒരു തറവാട്ടിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർന്നിരിക്കുന്നത്. 4 കെട്ടൊക്കെ ഉണ്ട്, പക്ഷെ കഞ്ഞിയായിരുന്നു. അതെന്താ വെച്ചാൽ ഈ അമ്മായിമ്മപ്പോര്. അപ്പം അതുകൊണ്ട് ജീവിതം ഞാൻ കണ്ട് പഠിച്ചിട്ട് വളർന്നിട്ടൊരു വ്യക്തിയാണ്. എല്ലാം ഉണ്ടായിട്ടും അർഹിച്ചിട്ടും എനിക്ക് കിട്ടാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അന്നൊക്കെ അമ്മ നിന്ന് തൊഴുന്ന സമയത്ത് നമ്മൾ ഈ വള്ളി ഹൗസിലോട്ടിട്ട് ഷർട്ടെടുത്ത് തുറന്നിട്ടുണ്ടായിരിക്കും. പലപ്പോഴും മുതൂത്ത് വെള്ളം വീഴുന്നു. അപ്പം മുകളിലേക്ക് നോക്കി അമ്മ ഒന്ന് കരയുന്ന കണ്ണീരാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്നത് അവിടെയോ കരച്ചിൽ, ഇവിടെ വന്നിട്ട് കരയേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. എന്നാൽ ഈ കളിപ്പാട്ടങ്ങൾ കാണാം, വാങ്ങിച്ചു തരുന്നില്ല, വാങ്ങിക്കാനുള്ള ഗതിയില്ല. എന്നാൽ അത് കണ്ടുകൊണ്ട് ആസ്വദിച്ചിട്ട് പോകാമല്ലോ. അപ്പം നമ്മുടെ ഈ അമ്പലത്തിൽ വരുന്നതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണണമെന്നല്ല, ഇത് പുറത്ത് വന്നിട്ട് ഈ കളിപ്പാട്ടമൊക്കെ കണ്ടിട്ട് പോകാമെന്ന്. കാലം മാറി, കുറേ കാലം കഴിഞ്ഞു, തന്നെത്താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം പ്രാരാബ്ധങ്ങൾ ഓരോന്നോരോന്നായിട്ട് 9-ൽ തോൽക്കുന്നു, 10-ൽ തോൽക്കുന്നു, ഇവിടെ വന്ന് നെരിയും വെളിയും കൂട്ടുണ്ട്, എന്നിട്ടും തോൽക്കുകയാണ്. എന്ത് ചെയ്താലും പാസ്സാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട് വിട്ട് ഓടി. അങ്ങനെ 75-ൽ ഈ നാടും വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഈ ഗുരുവായൂരപ്പൻ ഇത്രയും വലിയ പവറുണ്ട്
9 തോറ്റ 10 തോറ്റ ഈ AK രവീന്ദ്രൻ എന്ന് പറയുന്ന ഇവനെ 3 വർഷം കൊണ്ട് 10ാം ക്ലാസ്സും പാസ്സാക്കി വെച്ചു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിയും പാസ്സാക്കി വെച്ചു. BA ഫസ്റ്റ് ഇയറും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടാളത്ത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 80-ൽ ഞാൻ ഓഫ്സെറ്റ് ടെസ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഐ ഗോട്ട് ഇൻ ടു ദിസ് അക്കാഡമി വിത്തിൻ 3 years ഇൻ ടു ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ആസ് എൻ ഓഫീസർ. ഈ 80-ൽ ചേരുന്ന സമയത്ത് അന്ന് ഞാൻ കൈക്കൂലി ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ വരുമ്പോഴും ഞാൻ പറയും ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശയനപ്രദർശനം. അപ്പോൾ എനിക്ക് ശയനപ്രദർശനം പ്രശ്നമില്ല, പട്ടാളത്തിൽ കിട്ടുന്ന പനിഷ്മെൻ്റ് തന്നെ സൈഡ് റോളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ നോക്കി ഇതെന്ത് പിന്നെ ആരും പിടിക്കുന്നു വേണ്ട ബ്രൂന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പോയിട്ടുണ്ട് വരുന്നുണ്ട്. അപ്പം ഇതെന്താ ഈ കുട്ടിക്ക് ഇത്രയും വലിയ സ്പീഡും, കാരണം നമുക്കറിയാം എവിടെ പിടിക്കണം, ഏത് ലൈനിൽ പോയാൽ വഴി തെറ്റാതെ നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ ഈ ആൾക്കാരുടെ വിചാരം ഭയങ്കര എക്സ്പെർട്ട് അവിടെ കിട്ടുന്ന പനിഷ്മെൻറ്റ് എൻ്റെ കയ്യിലിരിപ്പ് കാരണം എപ്പോഴും പനിഷ്മെൻറ്റിന് എനിക്ക് യോഗം ഉണ്ടായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എന്താ ഈ ബോഡി നല്ല ടഫായി ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും പലതും കൈക്കൂലി കൊടുത്ത് ഞാൻ നേടിയെടുത്തു. ഓഫീസറാവാനുള്ള ഓഫീസറായി, 10ൽ പാസ്സാവണം അതും കൈക്കൂലി. അത് കഴിഞ്ഞിട്ട് ഓഫീസറായി കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ നിന്ന് നടന്ന് വന്നിട്ട് ഇവിടെ വന്ന് ശയനപ്രദർശനം ചെയ്യാം, അതും ചെയ്തു കൊടുത്തു. എല്ലാം കൊണ്ടും ഇതെല്ലാം എൻ്റെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിനെ തകർക്കുന്ന പലരെയും ഇന്നിവിടെ കാണുന്നുണ്ട് നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വോട്ടിൻ്റെ സമയം വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ മൂത്രസഞ്ചി കഴുകാനും മൂക്കള പിഴിയാനും അത് കഴിഞ്ഞ് വിശ്വാസിയാണെന്ന് പ്രാപിക്കാനും വേണ്ടി നടക്കുന്ന ഭരണാധികാരികൾ. ഇതല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ ഇത് എങ്ങനെയാണെന്ന് അറിയോ, രജത് ഭായിനെ പോലെ ഓരോരുത്തർ ദൈവത്തിൻ്റെ ചില വിളികളാണ്. ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 10ാം ക്ലാസ്സിൽ നിന്ന് തോറ്റിട്ട് നാട് വിട്ട് ഓടിപ്പോയ സമയത്ത് കോളിവാട സ്റ്റേഷനിൽ കള്ളവണ്ടി കയറിയിട്ട് ഇറങ്ങിയപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഗതികേടുകൊണ്ട് ചെയ്താൽ അന്ന് രാത്രി പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ഹാളിൽ നിന്ന് ഒരാൾ വരുന്നത് കാണുന്നുണ്ട്. ഒരു വൈറ്റ് പട്ടാണി സൂട്ടിട്ടുകൊണ്ട് ഒരു 6-6 അടി പൊക്കമുള്ളൊരു മനുഷ്യൻ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. 3 ദിവസം പട്ടിണിയും കിടന്നിട്ട് നിൽക്കാനുള്ള ആരോഗ്യമില്ല. അപ്പം ഈ നിന്നിരുന്ന 3-4 ആൾക്കാരുടെ ഞാൻ ചോദിച്ചു, അറിയുന്ന ഹിന്ദിയിൽ ജയിൽ ഖാന, ജയിലിൽ പോയാൽ ചാപ്പാട് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ അടുത്ത് എനിക്ക് ജയിലിൽ പോകുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ആ മനുഷ്യൻ മാത്രം നോക്കുന്നുണ്ട്. ഇയാൾ അടുത്ത് വരുന്നു, ഒരു വിക്കറ്റ് ഫെൻസിങ് പോലെ ഇത്രയുള്ള ഹൈറ്റിൽ അവിടെ വന്ന് കൈ കാണിക്കുന്നു. ഞാൻ ആ കൈ പിടിക്കുന്നു, അയാൾ പിടിച്ച് എന്നെ പുറത്തേക്ക് ഇട്ട് മുതൂത്തൊരു അടിയും അടിച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. കൃഷ്ണനോ ശിവനോ മുരുകനോ എന്നുള്ളതല്ല, അവിടെ വന്നു ഒരാൾ, എനിക്ക് ജയിലിൽ പോകാനുള്ള യോഗമില്ല, അപ്പം നീ ജയിലിൽ പോണ്ട. ഇവിടേക്കാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അമ്മ ഇവിടെ വന്ന് പലപ്പോഴും കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വളർന്നു വന്ന സമയത്ത് ഞാൻ കരച്ചിൽ തുടങ്ങി. കാരണം എനിക്ക് പ്രാരാബ്ദങ്ങൾ വന്നു, ഭാര്യ, കുട്ടികൾ, അച്ഛൻ, അമ്മ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളറിയാതെ എന്ന് പറഞ്ഞില്ലേ, കണ്ണീരോട് കൂടിയിട്ടാണ് സ്ക്രിപ്റ്റോടെ വെക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് അമ്മയും അച്ഛനും വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെ കണ്ണ് അറിയുന്നത് എന്തിനാണ്, നമ്മളെപ്പോഴുള്ള കുട്ടികളുടെ ജീവിതം നന്നായി വരുന്നതിനെ, എൻ്റെ മക്കൾക്കെല്ലാം നല്ലത് വരുത്തണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാർ. ആ അച്ഛനമ്മമാരെ മറക്കുന്നൊരു ലോകമാണെന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് ഞാൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് ഞാൻ മിസ് ചെയ്യുന്നത്, എൻ്റെ അച്ഛനെയാണ് മിസ് ചെയ്യുന്നത്. ലോകത്തിലെല്ലാം നേടിയെടുത്തു, ഒന്നുമില്ലാതിരുന്ന സമയത്ത് പലപ്പോഴും ആലോചിക്കും, നമ്മുടെ കയ്യിൽ 4 വള വാങ്ങിച്ചിടണമെന്ന് പൈസ ഇല്ല. പക്ഷെ പൈസ എല്ലാം വന്നപ്പോൾ അമ്മയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ വരികയാണ്, എൻ്റെ അമ്മയ്ക്ക് ഒരു 2 വള വാങ്ങിച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളൂ, കടക്ക് പിടിപ്പിക്കണം. ചിലപ്പോൾ അവർ ജീവനോട് ഇരിക്കില്ല. അത് നിങ്ങൾക്ക് പൈസ വരാനും നിങ്ങളത് പൈസ നിങ്ങളുടെ പൈസ കൊണ്ട് അത് വാങ്ങിച്ചവർ കയ്യിൽ ഇട്ട് കൊടുക്കാനും കഴുത്തിലൊരു മാല ഇട്ട് കൊടുക്കാനുള്ള സമയത്തിന് ചിലപ്പോൾ അവർ കാത്തിരിക്കില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് നേരത്തെ ADGP അജിത് പറഞ്ഞൊരു കാര്യം വളരെ ബിഗ് പോയിൻ്റാണത്. ഞാൻ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്നതാണ്, whenever you get out of the house, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കുക. ആ ഒരു ചൂട് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഇപ്പോൾ കൈപൊക്കാൻ കുട്ടികളെ അധികമില്ല. ഞാൻ 10, 600, 1000 കുട്ടികളെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും കൈപൊക്കണം. എത്ര കുട്ടികൾ ഇന്ന് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്ന് കൈകൾ പൊങ്ങുന്ന വെറും 10, 15 ഉള്ളൂ. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ 2ാം പ്രാവശ്യം ഞാൻ പോയിട്ട് ചോദിക്കുമ്പോൾ അവരത് കൈ പൊക്കും. കാരണം അവരോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, രവീങ്കളുടെ ഒരു എക്സ്പീരിയൻസ്. മാർച്ച് 11-ാം തീയതി മോഹൻലാലിന് അഡ്വാൻസും കൊടുത്ത്, കീർത്തിചക്ര എന്നുള്ള സിനിമയ്ക്ക് അഡ്വാൻസും കൊടുത്ത് ഞാനും രഞ്ജിപ്പണിക്കലും പട്ടാമ്പിയിലെ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയുടെ നിന്ന് ദോശ വാങ്ങിച്ചു കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പോയി.
12, 13, 14, 19 തീയതി വരെ ഇന്ന് വിളിക്കാം. വിളിച്ചില്ല. അഹങ്കാരം. അമ്മോടെ ഉണ്ടല്ലോ, വിളിക്കാം. നമുക്കറിഞ്ഞില്ല ഈ ദൈവം കളിക്കുന്ന കളികൾ എന്തൊക്കെയാണെന്നുള്ളത്. അന്ന് രാത്രിയാവുമ്പോൾ ശരി പകുതി പൈസ കൊടുത്താൽ മതി ഫോൺ വിളിക്കാൻ. പക്ഷെ അപ്പോൾ വിചാരിക്കും അമ്മ ഉറങ്ങിക്കാണോ. എക്സ്ക്യൂസ് ആയിരുന്നു അത്. വിളിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ആയിരുന്നു. നമ്മൾ തന്നെത്താൻ പറഞ്ഞു. കാരണം അതിന് മുമ്പ് നടന്നത് എന്തായിരുന്നു? അങ്ങനെ അവസാനം 19 തീയതി രാത്രി എനിക്ക് കോള് ബോംബെക്ക് വരികയാണ്. അമ്മ പോയി മോനെ. ഈ 6 ദിവസം വിളിക്കാതിരുന്ന അമ്മയെ ഇനി എനിക്ക് വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യൂ. അത് എങ്ങനെയായാലും ശരി. അമ്മയ്ക്കും അച്ഛൻ്റെ കാര്യം ഞാൻ പറയാറില്ല. കാരണം ഞങ്ങൾ പ്രാരാബ്ദവും തലയിൽ വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് പലപ്പോഴും നിങ്ങളോട് മക്കളോട് സ്നേഹം കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് സാധിക്കാറില്ല. പലപ്പോഴും ഞാൻ എൻ്റെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് ഓടുന്ന സമയത്ത് അതൊക്കെ ഇവനും വേണ്ടിയിട്ടല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെന്താണ് ചെറിയൊരു ഗുരുത്വം എവിടെയും ഉണ്ടായിരുന്നു. 2005 അമ്മ മരിക്കുന്നത്. 2004 ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ മദ്രാസിലിരിക്കുമ്പോൾ തലേദിവസം, ഉത്രാടത്തിൻ്റെ തലേദിവസം അമ്മ വിളിച്ചു ചോദിച്ചു, മക്കൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാനില്ല, എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലാന്ന്, വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് വരാണെന്ന്. അപ്പം അമ്മ പറഞ്ഞു, സാർ മക്കളെ ബാ, ഒരു സന്തോഷമാവില്ലേ? അതെന്തിനാ അവിടെ വന്നിട്ട് എന്താ, ഒരു ഇലയിൽ ഒരു സദ്യം കിട്ടും, അതിവിടെ ആര്യഭവനിൽ പോയാലും കിട്ടും എന്ന് പറഞ്ഞു. ദേഷ്യം. കാരണം നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം അമ്മ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, മക്കളെ മോനെ ഞങ്ങളൊക്കെ വയസ്സായിട്ടിരിക്കുകയാണ്, അടുത്ത വർഷം ഉണ്ടാവുമെന്നുള്ള അറിയില്ല. അങ്ങനെ 2005 ഓണത്തിന് അമ്മ ഉണ്ടായിരുന്നില്ല. സോ ഡോണ്ട് എവർ വെയിറ്റ് ടു ലവ് യുവർ പേരൻസ്. ചിലപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും അത്. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്, കിട്ടുന്ന സമയത്ത് ലവ് ദം. മദർ ഈസ് സംതിങ് ഗ്രേറ്റ്. അതുപോലെ തന്നെയാണ് ഈ ഭാരത മാതാവ് എന്ന് പറയുന്നതും. ഞാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ എടുക്കുന്നതിൻ്റെ കാരണമുണ്ട്. രാജ്യത്ത് അരോചകത്വം വരുത്താൻ വേണ്ടി നമ്മുടെ നാട്ടിനകത്തിരിക്കുന്ന ശത്രുക്കൾ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ പേൽഗാം എന്നുള്ള എൻ്റെ സത്യം എനിക്കറിയാം. അത് ഞാൻ നിങ്ങൾക്ക് ആ സിനിമയിലൂടെ കാണിച്ചു തരും. അന്നറിയും നിങ്ങളുടെ ഇടയിലുണ്ട് ശത്രുക്കൾ എന്നുള്ളത്. ആ ശത്രുക്കളെ ഇനിയെങ്കിലും മനസ്സിലാക്കൂ. സൊറോസിന്റെ പൈസയും വാങ്ങിച്ച് പാകിസ്ഥാനിൽ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ അരോചകത്വം ഉണ്ടാക്കാൻ വേണ്ടി ആ 4 പേര് വന്ന് കൊല്ലുന്ന സമയത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, കൽമ ചൊല്ലാൻ അറിയാമോ എന്ന്. എന്തിനായിരുന്നു? ഹിന്ദു ഏതെന്നോ മുസ്ലിം ഏതെന്നോ അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തല്ലൂടി ചത്തോളുന്നുള്ളത്. പക്ഷെ സംഭവം ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. പക്ഷെ ഇത് തുടങ്ങി വെച്ചത് എവിടുന്നാണ്? ഓർഡർ പോയിരിക്കുന്നത് ഇവിടുന്നാണ്. ഇവിടുത്തെ ചില നേതാക്കന്മാർ അവിടുത്തെ ബർത്ത്ഡേക്ക് പോയിട്ട് ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. സോ അങ്ങനെയുള്ള ശത്രുക്കളെ ഇനിയും നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ എൻ്റെ സിനിമയിലൂടെ അത് എൻ്റെ തല പോയാലും ശരി ഞാനത് കാണിച്ചു തരും നിങ്ങൾക്ക്. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിൽക്കുന്നു. ഇന്ന് രജിജി പറയുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കും. ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ലോകത്തിൻ്റെ വലിയൊരു സൂപ്പർ പവറായിട്ട് മാറാൻ അധിക കാലം വേണ്ട. അതിനെ തകർക്കാൻ ഇവിടെയുള്ള ശത്രുക്കൾ ശ്രമിക്കും. പക്ഷെ അതിന് നിങ്ങൾ ഓരോരുത്തരും, ഭാരതത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശക്തമായി നിൽക്കുക. ഇതുപോലുള്ള പ്രൊപ്പഗണ്ടകളിൽ വീണു പോകരുത്. വി ആർ ഗോയിങ് ടു ബി ദ സൂപ്പർ പവർ ആൻഡ് നോ ഡൗട്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആ സർവേശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മളെല്ലാം ആ കൂട്ടായ്മയിൽ അച്ഛനെന്ത്, അമ്മയെന്ത്, ആൻഡ് ഭാരത് മാതാവ് എന്ത്, ഇത് രണ്ടും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വി വിൽ നെവർ ഫെയിൽ ദ ലീഡർ ഹൂ ഈസ് ലീഡിങ് അസ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇവിടെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ BJP കാരനായതുകൊണ്ട് പറയല്ല. BJP ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ വലിയ അപ്രിസിയേഷൻ ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു വ്യക്തി കാണുന്ന സമയത്ത് അമേരിക്ക അവിടെ നിന്ന് ഒന്ന് വടിയെടുത്തപ്പം അദ്ദേഹം വേറെങ്ങി തിരിഞ്ഞു. ഇപ്പുറത്ത് ശത്രുക്കളെല്ലാം ഒരുമിച്ചും കൂടി ചൈന, റഷ്യ, ഇന്ത്യ എന്ന് നീ എന്താ ചേടാന്ന്. ട്രംപ് ഇപ്പോൾ വട്ടത്തിലിരിക്കുകയാണ്. ഇത് കാണിക്കാനുള്ള പവറുള്ളൊരു ലീഡറാണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ലെറ്റ് us all be united. Always love your country, love your mother. If you love your mother, you will definitely love your country. That is good enough. And be a protective citizen and a powerful, responsible citizen. That's all what I want to say. Thank you so much. മുരുകൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഭാരതത്തെ നമ്മൾ ദി പവർഫുൾ ഭാരതം, ദ ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. ജയ് ഹിന്ദ്.